നമസ്കാരം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് 2021 നടത്തിയ 10th പ്രിലിമിനറി ക്വസ്റ്റ്യൻ പേപ്പറാണ്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 29/2021. ആദ്യത്തെ ചോദ്യം, കേരളത്തിലെ വിവേകാനന്ദൻ എന്നറിയപ്പെടുന്നത് ആര്? ആഗമാനന്ദ സ്വാമിയാണ് കേരളത്തിലെ വിവേകാനന്ദൻ എന്നറിയപ്പെടുന്നത്. ആദ്യകാല നാമം എന്താണ്? കൃഷ്ണൻ നമ്പ്യാതിരി എന്നാണ് അദ്ദേഹത്തിന്റെ ആദ്യകാല നാമം. കാലടി ശ്രീരാമകൃഷ്ണ ആശ്രമം സ്ഥാപിച്ചത് ആഗമാനന്ദ സ്വാമിയാണ്. അമൃതവാണി, പ്രബുദ്ധ കേരളം എന്നീ മാസികകളൊക്കെ അദ്ദേഹമാണ് ആരംഭിച്ചത്. ഏതൊക്കെയാണ്? അമൃതവാണി, പ്രബുദ്ധ കേരളം, ഇതൊക്കെ അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ മാസികകളാണ്. അടുത്ത ചോദ്യം, 1114 കഥ എന്ന കൃതി രചിച്ചത് ആരാണ്? 1114 കഥ എന്ന കൃതി രചിച്ചത് അക്കാമ ചെറിയാനാണ്. കേരളത്തിന്റെ ജോവാൻ ഓഫ് ആർക്ക് എന്നും തിരുവിതാംകൂറിന്റെ ഝാൻസി റാണി എന്നും അറിയപ്പെടുന്നത് ആരാണ്? അക്കാമ ചെറിയാനാണ്. രാജധാനി മാർച്ച് നയിച്ച വനിത ആരാണ്? രാജധാനി മാർച്ച് നയിച്ച വനിതയാണ് അക്കാമ ചെറിയാന്. അക്കാമ ചെറിയാന്റെ ആത്മകഥയാണ് ജീവിതം ഒരു സമരം. അടുത്ത ചോദ്യം, തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആക്ടിംഗ് പ്രസിഡന്റായ ആദ്യത്തെ വനിത. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആക്ടിംഗ് പ്രസിഡന്റായ ആദ്യ വനിത ആരാണ്? അക്കാമ ചെറിയാൻ. 1909 അയ്യങ്കാളി കേരളത്തിലെ ആദ്യത്തെ കർഷക സമരം സംഘടിപ്പിച്ചത് എവിടെയാണ്? 1909 അയ്യങ്കാളി കേരളത്തിലെ ആദ്യത്തെ കർഷക സമരം സംഘടിപ്പിച്ചത് എവിടെയാണ്? വെങ്ങാനൂര്. കേരളത്തിലെ ആദ്യത്തെ സംഘടിത കാർഷിക സമരത്തിന് നേതൃത്വം നൽകിയവരാണ്? അയ്യങ്കാളിയാണ്. അയ്യങ്കാളി സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് എപ്പോഴാണ്? 1907 അയ്യങ്കാളി സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത്. കല്ലുമാല സമരം നടത്തിയത് എപ്പോഴാണ്? 1915 അയ്യങ്കാളി കല്ലുമാല സമരം നടത്തിയപ്പോഴാണ്? കല്ലുമാല സമരം അഥവാ പെരിനാട് ലഹള നടത്തിയപ്പോഴാണ്? 1915 നടത്തിയത്. വില്ലുവണ്ടി സമരം നടത്തിയത് ആരാണ്? അയ്യങ്കാളി തന്നെയാണ്. സഞ്ചാര സ്വാതന്ത്ര്യത്തിനായിട്ട് അയ്യങ്കാളി വില്ലുവണ്ടി സമരം നടത്തിയത് 1893 കറുത്ത സൂര്യൻ എന്നറിയപ്പെടുന്ന ആരാണ്? അയ്യങ്കാളിയാണ്. 55ാമത്തെ ചോദ്യം, 1833 ശുചീന്ദ്രം രഥോത്സവത്തിന് അവർണരുമൊത്ത് തേരിന്റെ വടം പിടിച്ച് പ്രതിഷേധിച്ച നവോത്ഥാന നായകൻ. 1833 ശുചീന്ദ്രം രഥോത്സവത്തിന് അവർണരുമൊത്ത് തേരിന്റെ വടം പിടിച്ച് പ്രതിഷേധിച്ച നവോത്ഥാന നായകൻ ആരാണ്? വൈകുണ്ഠ സ്വാമികളാണ്. സമ്പൂർണ്ണ ദേവൻ എന്നറിയപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവാണ് ആര്? വൈകുണ്ഠ സ്വാമികള്. സമ്പൂർണ്ണ ദേവൻ എന്നറിയപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? വൈകുണ്ഠ സ്വാമികള്. ശുചീന്ദ്രൻ കൈമുക്ക് നിർത്തലാക്കിയ തിരുവിതാംകൂർ രാജാവ് ആരാണ്? സ്വാതി തിരുനാളാണ് ശുചീന്ദ്രൻ കൈമുക്ക് നിർത്തലാക്കിയത്. ശുചീന്ദ്രൻ സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്ത പ്രധാന നേതാവ് ആരാണ്? M.E. നായിഡു ആണ്. ശുചീന്ദ്രൻ സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്ത പ്രധാന നേതാവ് ആരാണ്? M.E. നായിഡു. അടുത്ത ചോദ്യം, എവിടെ നിന്നുള്ള ബ്രിട്ടീഷ് സൈന്യമാണ് ആറ്റിങ്ങൽ കലാപം അടിച്ചമർത്തിയത്? തലശ്ശേരിയിൽ നിന്നുള്ള ബ്രിട്ടീഷ് സൈന്യമാണ് ആറ്റിങ്ങൽ കലാപം അടിച്ചമർത്തിയത്. ഇന്ത്യയിലെ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ കലാപം. ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ഏതാണ്? ആറ്റിങ്ങൽ കലാപം. ആറ്റിങ്ങൽ കലാപം നടന്നത് എപ്പോഴാണ്? 1721 ഏപ്രിൽ 15. 57ാമത്തെ ചോദ്യം, ഒന്നാം പഴശ്ശി കലാപം അവസാനിച്ച വർഷം. ഒന്നാം പഴശ്ശി കലാപം അവസാനിച്ച വർഷം എപ്പോഴാണ്? 1797 ഒന്നാം പഴശ്ശി കലാപം അവസാനിച്ചത്. ഒന്നാം പഴശ്ശി കലാപത്തിന്റെ കാലഘട്ടം എത്രയാണ്? 1793 മുതൽ 1797 വരെയാണ് ഒന്നാം പഴശ്ശി വിപ്ലവത്തിന്റെ കാലഘട്ടം. ഒന്നാം പഴശ്ശി വിപ്ലവത്തിന്റെ ഇടനിലക്കാരനായിട്ട് നിന്ന ചിറക്കൽ രാജാവ് അല്ലെ? ഒന്നാം പഴശ്ശി വിപ്ലവത്തിലെ ബ്രിട്ടീഷുകാർക്കും പഴശ്ശി രാജാവിനും ഇടനിലക്കാരനായിട്ട് നിന്ന ആരാണ്? ചിറക്കൽ രാജാവാണ്. പഴശ്ശി കലാപത്തിന്റെ പ്രധാന കേന്ദ്രം എവിടെയാണ്? പുരളിമല, കണ്ണൂര്. അടുത്ത ചോദ്യം, കുരുമുളകിന്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയതുമായി ബന്ധപ്പെട്ട കലാപം. കുരുമുളകിന്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയതുമായി ബന്ധപ്പെട്ട കലാപം ഏതാണ്? അഞ്ചുതെങ്ങ് കലാപം. അഞ്ചുതെങ്ങ് എവിടെ സ്ഥിതി ചെയ്യുന്നത്? തിരുവനന്തപുരം ജില്ലയിലെ ചിറയൻകീഴ് താലൂക്കിലാണ് അല്ലെ. അഞ്ചുതെങ്ങില് പണ്ടകശാല നിർമ്മിക്കാൻ അനുമതി നൽകിയ ഭരണാധികാരി ആറ്റിങ്ങൽ റാണിയാണ്. അഞ്ചുതെങ്ങില് പണ്ടകശാല നിർമ്മിക്കാൻ അനുമതി നൽകിയ ഭരണാധികാരി ആരാണ്? ആറ്റിങ്ങൽ റാണി. അടുത്ത ചോദ്യം, ഏത് വിപ്ലവത്തിന് സാക്ഷ്യം വഹിച്ച മലയാണ് പുരളിമല? പഴശ്ശി വിപ്ലവം അല്ലെ. ഏത് വിപ്ലവത്തിന് സാക്ഷ്യം വഹിച്ച മലയാണ് പുരളിമല? പഴശ്ശി വിപ്ലവത്തിന്.
പുരളിമല എവിടെയാണ്? കണ്ണൂർ ജില്ലയില്. അറുപതാമത്തെ ചോദ്യം, ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുത്തതിനെ തുടർന്ന് AKG അറസ്റ്റ് വരിച്ച വർഷം. ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുത്തതിനെ തുടർന്ന് AKG അറസ്റ്റ് വരിച്ച വർഷം എപ്പോഴാണ്? 1930. കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹം എപ്പോഴാണ് നടന്നത്? 1930 ഏപ്രിൽ 13 കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹം ആരംഭിച്ചത്. 1930 ഏപ്രിൽ 13 കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹം ആരംഭിച്ചത്. ആരാണ് നേതൃത്വം നൽകിയത്? കേളപ്പനാണ് അല്ലെ. എവിടെയാണ്? പയ്യന്നൂരിലാണ് നേതൃത്വം നൽകിയത്. രണ്ടാം ബർദോളി എന്നറിയപ്പെടുന്നത് പയ്യന്നൂരാണ്. ഉപ്പു സത്യാഗ്രഹത്തിന് കോഴിക്കോട് നേതൃത്വം നൽകിയത് ആരാണ്? മുഹമ്മദ് അബ്ദുൾ റഹ്മാനാണ് അല്ലെ. ഉപ്പു സത്യാഗ്രഹത്തിന് കോഴിക്കോട് നേതൃത്വം നൽകിയത് ആരാണ്? മുഹമ്മദ് അബ്ദുൾ റഹ്മാനാണ്. അടുത്ത ചോദ്യം, മനുഷ്യരിൽ രൂപം കൊള്ളുന്ന സ്ഥിരദന്തങ്ങളുടെ എണ്ണം. മനുഷ്യരിൽ രൂപം കൊള്ളുന്ന സ്ഥിരദന്തങ്ങളുടെ എണ്ണം എത്രയാണ്? 32. പല്ലുകളെ കുറിച്ചുള്ള പഠനം എന്താണ്? ഓഡന്റോളജി അല്ലെ. പല്ലുകളെ കുറിച്ചുള്ള പഠനം എന്താണ്? ഓഡന്റോളജി. ജനിച്ച ശേഷം ആദ്യം മുളയ്ക്കുന്ന പല്ല് ഏതാണ്? പാൽപ്പല്ലുകളാണ് ജനിച്ച ശേഷം ആദ്യം മുളയ്ക്കുന്ന പല്ലുകള്. പാൽപ്പല്ലുകളുടെ എണ്ണം എത്രയാണ്? 20 ആണ്. പാൽപ്പല്ലുകൾ കൊഴിഞ്ഞു പോകുന്നത് 7 മുതൽ 12 വയസ്സ് വരെയാണ്. 4 തരം പല്ലുകളാണുള്ളത്: ഉളിപ്പല്ല്, കോമ്പല്ല്, അഗ്രചവർണകം, ചവർണകം. ഉളിപ്പല്ലിന്റെ എണ്ണം 8 ആണ്. കോമ്പല്ല് 4 ആണ്. അഗ്രചവർണകം 8 എണ്ണം, ചവർണകം 12 എണ്ണം. അടുത്ത ചോദ്യം, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ അവയവം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ അവയവം ഏതാണ്? ശ്വാസകോശമാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ അവയവം. ശ്വാസകോശങ്ങളെ കുറിച്ചുള്ള പഠനം എന്താണ്? പ്ലൂറോളജി ആണ്. ശ്വാസകോശങ്ങളെ കുറിച്ചുള്ള പഠനം എന്താണ്? പ്ലൂറോളജി. ആഹാരത്തിൽ നിന്നും ഊർജം സ്വതന്ത്രമാക്കുന്ന പ്രക്രിയയാണ് എന്ത്? ശ്വസനം. പേശികളില്ലാത്ത അവയവമാണ് ശ്വാസകോശം. ശ്വാസകോശ വാതക വിനിമയം നടക്കുന്ന എവിടെയാണ്? വായു അറകളിലാണ്. ശ്വാസകോശത്തിലെ വാതക വിനിമയം നടക്കുന്ന എവിടെയാണ്? വായു അറകളിലാണ്. ശ്വസന പ്രക്രിയയിലെ 2 പ്രവർത്തനങ്ങളാണ് ഉച്ഛ്വാസവും നിശ്വാസവും. ശ്വസന പ്രക്രിയയിലെ 2 പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണ്? ഉച്ഛ്വാസവും നിശ്വാസവും. ഉച്ഛ്വാസ വായുവിലെ ഓക്സിജന്റെ അളവ് 21%. ഉച്ഛ്വാസ വായുവിലെ ഓക്സിജന്റെ അളവ് എത്രയാണ്? 21%. നിശ്വാസ വായുവിലെ ഓക്സിജന്റെ അളവ് 15%. ക്വസ്റ്റ്യൻ എന്തായിരുന്നു? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ അവയവം ഏതാണ്? ശ്വാസകോശം. അടുത്ത ചോദ്യം, മനുഷ്യ ശരീരത്തിൽ രക്തം കട്ടപിടിക്കുന്നതിന് ആവശ്യമായ വസ്തു. മനുഷ്യ ശരീരത്തിൽ രക്തം കട്ടപിടിക്കുന്നതിന് ആവശ്യമായ വസ്തു നിർമ്മിക്കപ്പെടുന്ന പ്രക്രിയ എവിടെ നടക്കുന്നത്? എന്താ ക്വസ്റ്റ്യൻ? മനുഷ്യ ശരീരത്തിൽ രക്തം കട്ടപിടിക്കുന്നതിന് ആവശ്യമായ വസ്തു നിർമ്മിക്കപ്പെടുന്നത് എവിടെയാണ്? കരളിലെ. മനുഷ്യ ശരീരത്തിൽ രക്തം കട്ടപിടിക്കുന്നതിന് ആവശ്യമായ വസ്തു നിർമ്മിക്കപ്പെടുന്നത് എവിടെയാണ്? കരളിലാണ് നിർമ്മിക്കപ്പെടുന്നത്. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന രക്തകോശം ഏതാണ്? പ്ലേറ്റ്ലേറ്റുകളാണ്. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന രക്തകോശം ഏതാണ്? പ്ലേറ്റ്ലേറ്റുകളാണ്. രക്തം കട്ടപിടിക്കാൻ ആവശ്യമായ ധാതു ഏതാണ്? ധാതു കാൽസ്യം ആണ്. ജീവകം K ആണ്. മാംസ്യമാണെങ്കിൽ ഫൈബ്രിനോജൻ ആണ്. എന്തൊക്കെയാണ്? രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന രക്തകോശമാണെങ്കിൽ പ്ലേറ്റ്ലേറ്റുകളും, രക്തം കട്ടപിടിക്കാൻ ആവശ്യമായ ധാതു ആണെങ്കിൽ കാൽസ്യവും, രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ജീവകമാണെങ്കിൽ ജീവകം Kയും, രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന മാംസ്യമാണെങ്കിൽ ഫൈബ്രിനോജനും ആണ്. അടുത്ത ചോദ്യം, ശരീരത്തിലെ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം. ശരീരത്തിലെ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ്? മെഡുല്ല ഒബ്ലാങ്കേറ്റ. ഹൃദയസ്പന്ദനം, ശ്വസനം, രക്തക്കുഴലുകളുടെ സങ്കോചം, ഛർദി, ചുമ, തുമ്മല് തുടങ്ങിയ അനൈച്ഛിക പ്രവർത്തനങ്ങളെല്ലാം നിയന്ത്രിക്കുന്ന ആരാണ്? മെഡുല്ല ഒബ്ലാങ്കേറ്റയാണ്. മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗം ഏതാണ്? സെറിബ്രോ ആണ്. മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗം ഏതാണ്? സെറിബ്രോ ആണ്. അടുത്ത ചോദ്യം, മദ്യം ബാധിക്കുന്ന തലച്ചോറിന്റെ ഭാഗം. മദ്യം ബാധിക്കുന്ന തലച്ചോറിന്റെ ഭാഗം ഏതാണ്? സെറിബെല്ലം. മദ്യം ബാധിക്കുന്ന തലച്ചോറിന്റെ ഭാഗം ഏതാണ്? സെറിബെല്ലം. ലിറ്റിൽ ബ്രെയിൻ എന്നറിയപ്പെടുന്നത് സെറിബെല്ലം ആണ് അല്ലെ. ശരീരത്തിന്റെ സന്തുലിതാവസ്ഥ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ്? സെറിബെല്ലം ആണ്. പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ്?
സെറിബെല്ലോ ആണ്. അടുത്ത ചോദ്യം, പേശികളെ കുറിച്ചുള്ള പഠനം എന്താണ്? പേശികളെ കുറിച്ചുള്ള പഠനമാണ് മയോളജി. പേശികളെ കുറിച്ചുള്ള പഠനം എന്താണ്? മയോളജി. വൃക്കകളെ കുറിച്ചുള്ള പഠനമാണ് എന്ത്? നെഫ്രോളജി. അസ്ഥികളെ കുറിച്ചുള്ള പഠനമാണെങ്കിൽ ഓസ്റ്റിയോളജി. തലച്ചോറിനെ കുറിച്ചുള്ള പഠനമാണെങ്കിൽ തലച്ചോറാണെങ്കിൽ ഫ്രീനോളജി തലച്ചോറിനെ കുറിച്ചുള്ള പഠനം. അപ്പൊ പേശികളെ കുറിച്ചുള്ള പഠനം എന്താണ്? മയോളജി. അസ്ഥികളെ കുറിച്ചുള്ള പഠനമാണ് എന്ത്? എല്ലുകളെ കുറിച്ചുള്ള പഠനമാണ് എന്ത്? ഓസ്റ്റിയോളജി. നെഫ്രോളജി എന്താണ്? വൃക്കകളെ കുറിച്ചുള്ള പഠനം. ഫ്രീനോളജി ആണെങ്കിൽ തലച്ചോറിനെ കുറിച്ചുള്ള പഠനം. അടുത്ത ചോദ്യം, പാകം ചെയ്താൽ നഷ്ടപ്പെടുന്ന വിറ്റാമിൻ. പാകം ചെയ്താൽ നഷ്ടപ്പെടുന്ന വിറ്റാമിൻ ഏതാണ്? വിറ്റാമിൻ സി ആണ് പാകം ചെയ്താൽ നഷ്ടപ്പെടുന്നത് അല്ലെ. ഫ്രഷ് ഫുഡ് വൈറ്റമിൻ എന്നറിയപ്പെടുന്ന ഏതാണ്? ജീവകം സി ആണ്. ഫ്രഷ് ഫുഡ് വൈറ്റമിൻ എന്നറിയപ്പെടുന്ന ഏതാണ്? ജീവകം സി ആണ്. കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകൾ ഏതൊക്കെയാണ്? എ, ഡി, ഇ, കെ. ഏതാണ് കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകൾ? എ, ഡി, ഇ, കെ. ജലത്തിൽ ലയിക്കുന്ന വിറ്റാമിനുകൾ ഏതൊക്കെയാണ്? ബിയും സിയും ജലത്തിൽ ലയിക്കുന്നു. പാകം ചെയ്താൽ നഷ്ടപ്പെടുന്ന വിറ്റാമിൻ ഏതാണ്? വിറ്റാമിൻ സി ആണ് പാകം ചെയ്താൽ നഷ്ടപ്പെടുന്നത്. അടുത്ത ചോദ്യം, ചുവടെ ചേർത്തിട്ടുള്ളവയിൽ വൈറ്റമിൻ എച്ച് എന്നറിയപ്പെടുന്നത് ഏതാണ്? വൈറ്റമിൻ എച്ച് എന്നറിയപ്പെടുന്ന ഏതാണ്? ബയോട്ടിൻ ആണ് അല്ലെ. വൈറ്റമിൻ എച്ച് എന്നറിയപ്പെടുന്ന ഏതാണ്? ബയോട്ടിൻ ആണ്. ജീവകം എച്ച് എന്നറിയപ്പെടുന്നത് ജീവകം B7 ആണ് അല്ലെ. ജീവകം B7 ആണ് ബയോട്ടിൻ എന്നറിയപ്പെടുന്നത്. ജീവകം B7 ആണ് ബയോട്ടിൻ എന്നറിയപ്പെടുന്നത്. അറുപത്തൊമ്പതാമത്തെ ചോദ്യം, സെഹദ് എന്ന ടെലിമെഡിസിൻ പദ്ധതിയുമായി സഹകരിച്ച ആദ്യ ആശുപത്രി ഏതാണ്? അപ്പോളോ ഹോസ്പിറ്റല്. സെഹദ് എന്ന ടെലിമെഡിസിൻ പദ്ധതിയുമായി സഹകരിച്ച ആദ്യ ആശുപത്രി ഏതാണ്? അപ്പോളോ ഹോസ്പിറ്റല്. ഇന്ത്യയിലെ ഗ്രാമീണ മേഖലകളിൽ ടെലിമെഡിസിൻ സെന്റർ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് ഏത്? സെഹദ് അല്ലെ. ഇന്ത്യയിലെ ഗ്രാമീണ മേഖലകളിലെ ടെലിമെഡിസിൻ സെന്റർ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ചതാണ് സെഹദ് എന്ന സംരംഭം. അടുത്ത ചോദ്യം, റേച്ചൽ കഴ്സൺ രചിച്ച സൈലന്റ് സ്പ്രിംഗ് എന്ന ഗ്രന്ഥത്തിലെ പ്രതിപാദ്യ വിഷയം എന്തായിരുന്നു? DDT. റേച്ചൽ കഴ്സൺ രചിച്ച സൈലന്റ് സ്പ്രിംഗ് എന്ന ഗ്രന്ഥത്തിലെ പ്രതിപാദ്യ വിഷയം എന്താണ്? DDT അല്ലെ. സൈലന്റ് സ്പ്രിംഗ് എന്ന കൃതി അമേരിക്കയിലെ ജനങ്ങൾക്കിടയിൽ പരിസ്ഥിതിയെ കുറിച്ച് അവബോധം വളർത്തുകയും DDT തുടങ്ങിയ കീടനാശിനികളുടെ നിരോധനത്തിന് വഴിതെളിക്കുകയും ചെയ്തു. റേച്ചൽ കഴ്സൺ ആണ് എന്ത്? സൈലന്റ് സ്പ്രിംഗ് എന്ന ഗ്രന്ഥം രചിച്ചത് അല്ലെ. DDT ആണ് അതിലെ പ്രതിപാദ്യ വിഷയം. അടുത്ത ചോദ്യം, ഒരു മൂലകത്തിന്റെ രാസപ്രവർത്തനത്തിൽ നിർണായക പങ്കുവഹിക്കുന്ന ആറ്റോമിക കണങ്ങൾ ഏതാണ്? ഇലക്ട്രോൺ ആണ്. ഏതാണ്? ഇലക്ട്രോൺ ആണ്. ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ആരാണ്? J.J. തോംസൺ ആണ് ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് അല്ലെ. ഇലക്ട്രോണിന്റെ ചാർജ് എന്താണ്? നെഗറ്റീവ് ചാർജ് ആണ് ഇലക്ട്രോണിനുള്ളത്. ഇലക്ട്രോണിന്റെ ചാർജ് കണ്ടെത്തിയത് ആരാണ്? മില്ലിക്കൺ ആണ്. ആരാണ്? മില്ലിക്കൺ ആണ്. ആര്? ഇലക്ട്രോണിന്റെ ചാർജ് കണ്ടുപിടിച്ച ആരാണ്? മില്ലിക്കൺ. ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ആരാണ്? J.J. തോംസൺ. ഒരാറ്റത്തിന്റെ രാസ സ്വഭാവം നിർണ്ണയിക്കുന്നത് ഏതാണ്? കണമാണ് ഇലക്ട്രോൺ. ഒരാറ്റത്തിന്റെ രാസ സ്വഭാവം നിർണ്ണയിക്കുന്ന കണം ഏതാണ്? ഇലക്ട്രോണ്. അടുത്ത ചോദ്യം, കലാമിൻ ഏത് ലോഹത്തിന്റെ അയിരാണ്? കലാമിൻ ഏത് ലോഹത്തിന്റെ അയിരാണ്? സിങ്കിന്റെ അയിര് അല്ലെ. തത്വചിന്തകരുടെ കമ്പിളി എന്നറിയപ്പെടുന്ന ലോഹം ഏതാണ്? സിങ്ക് ആണ്. ഗാൽവനൈസേഷൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ലോഹം ഏതാണ്? സിങ്ക് തന്നെയാണ്. ഇൻസുലിനിൽ അടങ്ങിയിരിക്കുന്ന ലോഹവും സിങ്ക് തന്നെയാണ്. തത്വചിന്തകരുടെ കമ്പിളി എന്നറിയപ്പെടുന്ന ലോഹം, ഗാൽവനൈസേഷൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ലോഹം, ഇൻസുലിനിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഒക്കെ ഏതാണ്? സിങ്ക് ആണ്. 73ാമത്തെ ചോദ്യം, ഭാവിയിലെ ഇന്ധനം എന്നറിയപ്പെടുന്നത്? ഭാവിയിലെ ഇന്ധനം എന്നറിയപ്പെടുന്നത് ഏതാണ്? ഹൈഡ്രജൻ ആണ് ഭാവിയിലെ ഇന്ധനം എന്നറിയപ്പെടുന്നത്. അറ്റോമിക സംഖ്യ 1 മൂലകമാണ് ഹൈഡ്രജൻ. ആവർത്തന പട്ടികയിലെ 1ാമത്തെ മൂലകം ഏതാണ്? ഹൈഡ്രജൻ ആണ്. ആവർത്തന പട്ടികയിലെ 1ാമത്തെ മൂലകം ഹൈഡ്രജൻ ആണ്. എല്ലാ ആസിഡുകളിലും അടങ്ങിയ മൂലകം ഏതാണ്? ഹൈഡ്രജൻ ആണ്.
സൂര്യനിലെ ഏറ്റവും അധികം കാണപ്പെടുന്ന മൂലകം ഏതാണ്? ഹൈഡ്രജൻ ആണ്. 74ാമത്തെ ചോദ്യം, ബാത്തിങ് സോപ്പ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന പൊട്ടാസ്യം സംയുക്തം. പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ആണ് ബാത്തിങ് സോപ്പ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത്. പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ആണ് ബാത്തിങ് സോപ്പ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന പൊട്ടാസ്യം സംയുക്തം. സോപ്പ് നിർമ്മാണത്തിൽ സോപ്പിനെ ഗ്ലിസറിനിൽ നിന്നും വേർതിരിക്കുന്ന പ്രക്രിയ ഏതാണ്? സോൾട്ടിങ് ഔട്ട് ആണ് കേട്ടോ. സോപ്പ് നിർമ്മാണത്തിൽ സോപ്പിനെ ഗ്ലിസറിനിൽ നിന്നും വേർതിരിക്കുന്ന പ്രക്രിയയാണ് സോൾട്ടിങ് ഔട്ട്. 75ാമത്തെ ചോദ്യം, ലൈസൻസ് പരീക്ഷണത്തിലൂടെ തിരിച്ചറിയുന്നതിന് എന്താ കൊടുത്തിരിക്കുന്നത്? ലെസൈൻസ് പരീക്ഷണത്തിലൂടെ തിരിച്ചറിയുന്നതിന് സാധിക്കാത്ത മൂലകം ഏതാണ്? ലെസൈൻസ് ഏതാണ് മൂലകം? ഓക്സിജൻ ആണ് അല്ലെ? എന്താണ്? ലെസൈൻസ് പരീക്ഷണത്തിലൂടെ തിരിച്ചറിയുന്നതിന് സാധിക്കാത്ത മൂലകം ഏതാണ്? ഓക്സിജൻ ആണ്. ഓക്സിജൻ കണ്ടെത്തിയത് ആരാണ്? ജോസഫ് പ്രീസ്ലി ആണ്. ഓക്സിജൻ വ്യാവസായികമായി നിർമ്മിക്കുന്ന പ്രക്രിയ ഏതാണ്? അംശിക സേചനം. ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ലെസൈൻസ് പരീക്ഷണത്തിലൂടെ തിരിച്ചറിയുന്നതിന് സാധിക്കാത്ത മൂലകമാണ് ഓക്സിജൻ. പ്രവൃത്തി ചെയ്യാനുള്ള കഴിവ് ഏതാണ്? പ്രവൃത്തി ചെയ്യാനുള്ള കഴിവാണ് ഊർജം. പ്രവൃത്തി ചെയ്യാനുള്ള കഴിവ് എന്താണ്? ഊർജമാണ് അല്ലെ? ഊർജം അളക്കുന്ന യൂണിറ്റ് ഏതാണ്? ജൂള്. ഊർജം അളക്കുന്ന യൂണിറ്റ് ഏതാണ്? ജൂളാണ്. ഊർജത്തിന്റെ CGS യൂണിറ്റ് എന്താണ്? എർഗ് ആണ് കേട്ടോ. ഊർജത്തിന്റെ CGS യൂണിറ്റ് എന്താണ്? എർഗ് ആണ്. അടുത്ത ചോദ്യം, ചുറ്റുപാടുകളെ അപേക്ഷിച്ച് ഒരു വസ്തുവിനുണ്ടാവുന്ന സ്ഥാനമാറ്റം. ചുറ്റുപാടുകളെ അപേക്ഷിച്ച് ഒരു വസ്തുവിനുണ്ടാവുന്ന സ്ഥാനമാറ്റം എന്താണ്? ചലനമാണ്. ചുറ്റുപാടുകളെ അപേക്ഷിച്ച് ഒരു വസ്തുവിനുണ്ടാവുന്ന സ്ഥാനമാറ്റം എന്താണ്? ചലനം. 78ാമത്തെ ചോദ്യം, ദ്രവ്യത്തിന് എത്ര അവസ്ഥകളാണ് ഉള്ളത്? ദ്രവ്യത്തിന് എത്ര അവസ്ഥകളാണ് ഉള്ളത്? 7 അവസ്ഥകൾ അല്ലെ? ദ്രവ്യത്തിന് എത്ര അവസ്ഥകളുണ്ട്? 7 അവസ്ഥകൾ. ഏതൊക്കെയാണ്? ഖരം, ദ്രാവകം, വാതകം, പ്ലാസ്മ, ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്, ഫെർമിയോണിക് കണ്ടൻസേറ്റ്, കോർക്ക്, ഗ്ലൂവോൺ, പ്ലാസ്മ. പുതുതായി കണ്ടെത്തിയ ദ്രവ്യത്തിന്റെ അവസ്ഥകൾ ഏതൊക്കെയാണ്? ടൈം ക്രിസ്റ്റൽ, എക്സിറ്റോണിയം. ടൈം ക്രിസ്റ്റലും പിന്നെ ഏതാണ്? എക്സിറ്റോണിയം. പിന്നെ ഒന്നുകൂടി ഉണ്ടല്ലോ, റിഡ്ബർഗ് പോളറൈൻസ്. 3 പുതുതായിട്ട് കണ്ടെത്തിയിട്ടുള്ളത്. ഏതൊക്കെയാണ്? ടൈം ക്രിസ്റ്റലും എക്സിറ്റോണിയും റിഡ്ബർഗ് പോളറൈൻസ്. 3 കൂടിയിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. 79ാമത്തെ ചോദ്യം, ഒരു ന്യൂട്ടൺ എന്നത് എത്ര ഡൈൻ ആണ്? 10⁵ ആണ്. ഒരു ന്യൂട്ടൺ എന്നത് എത്രയാണ്? 10⁵ ഡൈൻ ആണ്. സൗരയൂഥത്തിൽ നിന്നും പുറത്തായ ഗ്രഹം ഏതാണ്? സൗരയൂഥത്തിൽ നിന്നും പുറത്തായ ഗ്രഹം ഏതാണ്? പ്ലൂട്ടോ. സൗരയൂഥത്തിൽ നിന്നും പുറത്തായ ഗ്രഹം ഏതാണ്? പ്ലൂട്ടോ. പ്ലൂട്ടോയുടെ ഗ്രഹപദവി നഷ്ടപ്പെട്ടത് എപ്പോഴാണ്? 2006. പ്ലൂട്ടോയെ കണ്ടെത്തിയത് ആരാണ്? ക്ലൈഡ് ട്രോംബോ.